ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജുറാസിക് സീരീസിലെ ആദ്യത്തെ സിനിമയായ ജുറാസിക് പാർക്കിന്റെ കഥയാണ്. സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസായത് 1993-ലാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമയിൽ ഞാൻ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എത്ര കണ്ടാലും മടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ഫിലിം സീരീസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഈ ജുറാസിക് പാർക്കാണ്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഇസ്ലാ ന്യൂബുലർ എന്ന ദ്വീപാണ്. അവിടെയാണ് ജുറാസിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടെ ഇപ്പോൾ ഒരു വെലോസിറാപ്റ്ററിനെ ഒരു കൂട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സ്റ്റാഫ് അവിടെ കൂടിയിട്ടുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ആ കൂടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അതിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ റാപ്റ്റർ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടുന്നത്. അതോടൊപ്പം തന്നെ ആ കൂട് പുറകിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ വെലോസിറാപ്റ്റർ അയാളെയും പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അത് കാണുന്ന ബാക്കി എല്ലാവരും അവനെ രക്ഷിക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വെലോസിറാപ്റ്ററിന്റെ മുന്നിൽ അവരാരും ഒന്നുമല്ലായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ അയാളെയും വലിച്ചടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഒരു ആംബർ മൈനാണ്. ഇതിനകത്തു നിന്നാണ് ദിനോസറിനെ ഉണ്ടാക്കാനുള്ള DNA ഒക്കെ കുഴിച്ചെടുക്കുന്നത്. അവിടെ ആ കുഴിച്ചെടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൊണാൾഡ് എന്നു പേരുള്ള ഒരു വക്കീൽ അങ്ങോട്ട് വരുന്നത്. ഈ ജുറാസിക് പാർക്കിന്റെ ഓണർ ജോൺ ഹാമണ്ട് ആണ്. പക്ഷെ വേറെയും കുറെ ആളുകൾ ആ പാർക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഈ ഡൊണാൾഡ് എന്ന് പറയുന്ന വക്കീൽ. കഴിഞ്ഞ ദിവസം ആ റാപ്റ്റർ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ജുറാസിക് പാർക്ക് സുരക്ഷിതമല്ല എന്നൊരു റൂമർ ആ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ പരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുറാസിക് പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് അത് സുരക്ഷിതമാണോന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആളുകളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ പാർക്ക് സുരക്ഷിതമാണോന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇനി കാശ് മുടക്കാൻ വേണ്ടി തയ്യാറാവത്തുള്ളൂ. ആ കാര്യങ്ങൾ ജോൺ ഹാമണ്ടിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡൊണാൾഡ് ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ജോൺ ഹാമണ്ട് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫാണ് അയാളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ആ ആംബർ മൈൻഡ് അകത്തേക്കാണ് കയറുന്നത്. അതിനിടയിൽ ഡൊണാൾഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റീഷ്യനായ ഇയാൻ മാൽക്കത്തിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് അയാൾ പോരാന്നാണ്. അവർക്ക് വേണ്ടത് പാലിയന്റോളജിസ്റ്റ് ആയ ഡോക്ടർ അലൻ ഗ്രാൻഡിനെയാണ്. അയാൾ ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ മാത്രമേ അവരിനി കാശ് മുടക്കാൻ തയ്യാറാവത്തുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡൊണാൾഡ് ആ സ്റ്റാഫിനോട് പറയുന്നത്. ആ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്ന് കുഴിച്ചെടുത്ത ആ സാധനവും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സാധനത്തിനകത്തുണ്ടായിരുന്നത് ഒരു കൊതുകാണ്. ഇനി കാണിക്കുന്നത് ഡോക്ടർ അലൻ ഗ്രാൻഡിനെയാണ്. ഇയാൾ ഒരു പാലിയന്റോളജിസ്റ്റ് ആണ്. അയാളും അയാളുടെ ടീമും കൂടെ ഒരു ദിനോസറിന്റെ എല്ലും കൂടെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കുഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവർ ആ എല്ലും കൂടെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് അത് എന്തിന്റെ അസ്ഥികൂടമാണെന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ അതൊരു വെലോസിറാപ്റ്ററിന്റെ എല്ലും കൂടാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അയാൾ അതിനെക്കുറിച്ചിട്ട് അയാളുടെ ടീമിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെലോസിറാപ്റ്റർ എന്ന പേരിന്റെ അർത്ഥം ഇരപിടിയൻ പക്ഷി എന്നാണ്. ഇതിനങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം നമ്മുടെ പക്ഷികളുടെ പൂർവികരായിരുന്നു ഇവർ. ഇവറ്റകൾക്ക് ഏകദേശം 9 അടിയോളം നീളം വെക്കാറുണ്ട്. മാത്രമല്ല ഇവറ്റകൾക്ക് പറക്കാനും കഴിയുമായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു പയ്യൻ ഗ്രാൻഡിനോട് ഒരു കാര്യം പറയുന്നത്. എനിക്കിതിനെ കണ്ടിട്ട് പേടിയൊന്നും തോന്നുന്നില്ലല്ലോ, ഇതിനെ കണ്ടിട്ട് ഒരു ടർക്കിക്കോഴിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് ആ പയ്യൻ പറയുന്നത്. അത് കേൾക്കുമ്പോ നീ ഇത് ടർക്കിക്കോഴിയാണെന്നും വിചാരിച്ചിട്ട് അതിന്റെ മുന്നിലേക്കൊന്ന് ചെന്ന് നോക്ക്. ആദ്യമൊന്നും അത് നിന്നെ ഒന്നും ചെയ്യത്തില്ല. അതിങ്ങനെ നിന്നെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നാണ് നിന്റെ 2 വശങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടാവുക. ഈ വെലോസിറാപ്റ്റർ ആരെയും ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യത്തില്ല. അവറ്റകൾ കൂട്ടത്തോടെയാണ് അറ്റാക്ക് ചെയ്യുക. ആ ജീവികൾ നിന്നെ കഴിക്കുമ്പോഴും നിനക്ക് ജീവൻ ഉണ്ടായിരിക്കും എന്നതാണ് മറ്റൊരു സത്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ആ പയ്യനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാൻഡും എല്ലിയും കൂടെ അവരുടെ ടെന്റിന്റെ അകത്തേക്ക് നടക്കുകയാണ്. ഈ എല്ലി എന്ന് പറയുന്നത് പാലിയോ ബോട്ടണിസ്റ്റ് ആണ്. ഇയാളുടെ കൂടെയാണ് ഇവള് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടേക്ക് പോകുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. ഹെലികോപ്റ്റർ അങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ പൊടി മൊത്തം പറന്നിട്ട് അവർ കുഴിച്ചെടുത്ത ആ എല്ലും കൂടെ മൊത്തം മൂടി പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഗ്രാൻഡ് ഓടി ചെന്നിട്ട് അതിലെ പൈലറ്റിനോട് വഴക്കിടാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെന്റിലേക്ക് പോകാൻ നോക്ക് എന്ന് മാത്രമാണ് ആ പൈലറ്റ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ ആ ടെന്റിന്റെ അകത്തേക്ക് പോവാണ്. ഈ സമയം ജോൺ ഹാമണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ആ കുഴിച്ചെടുക്കലൊക്കെ കുളമാക്കിയതുകൊണ്ടും ചോദിക്കാതെ ആ ടെന്റിന്റെ അകത്തേക്ക് കയറിയതുകൊണ്ടും ഗ്രാൻഡ് എല്ലിയും കൂടെ അയാളെ ശരിക്കും വഴക്ക് പറയാണ്. അതെല്ലാം കാണുമ്പോൾ അയാൾ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് അടക്കി നിർത്തുകയാണ്. അങ്ങനെ അവരെ ഒന്ന് അടക്കിയതിനു ശേഷം അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അയാൾ ഇസ്ലാ ന്യൂബുലർ എന്ന് പറയുന്ന ഒരു ദ്വീപ് പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അവിടെ അയാൾ ഒരു കാഴ്ച ബംഗ്ലാവാണ് പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാഴ്ച ബംഗ്ലാവല്ല. അത് ഞങ്ങൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവിടേക്ക് വന്നിട്ടൊന്ന് പരിശോധിക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ പരിശോധിച്ച്
പരിശോധിച്ചിട്ട് ആ പാർക്കിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അതിന് അപ്രൂവലൊക്കെ തരേണ്ടത്, നിങ്ങൾ എന്ത് തരം പാർക്കാണോ അവിടെ നടത്താൻ പോകുന്നത് എന്നൊക്കെയാണ് ഗ്രാൻഡ് ചോദിക്കുന്നത്. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഗ്രാൻഡും എല്ലിയും കൂടെ അവർക്ക് വരാൻ സമയമില്ല എന്നാണ് പറയുന്നത്. അത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ സമയം ഉണ്ടാക്കണം, അങ്ങനെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് 3 വർഷത്തേക്ക് നിങ്ങളുടെ മുഴുവൻ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാശ് ഞാൻ മുടക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അവർ വരാമെന്ന് സമ്മതിക്കുന്നു. ഇനി കാണിക്കുന്നത് ഡോഡ്സൺ എന്ന പേരുള്ള ഒരാളെയാണ്. അയാളിപ്പോ ജുറാസിക് പാർക്കിൽ ജോലി ചെയ്യുന്ന നെഡ്രിയെ കാണാൻ വന്നിരിക്കുകയാണ്. പുറത്ത് വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ജുറാസിക് പാർക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദിനോസറുകളുടെ ഭ്രൂണങ്ങൾ വാങ്ങാനാണ് അയാളുടെ ശ്രമം. അവിടെ നിന്നും ഈ നെഡ്രി അയാൾക്ക് ഭ്രൂണങ്ങൾ കടത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഭ്രൂണത്തിനും $50,000 വെച്ച് തരാം എന്നാണ് അയാൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഗഡു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ പൈസ വാങ്ങിയതിനു ശേഷം ഞാൻ എങ്ങനെയാണ് ഭ്രൂണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് നെഡ്രി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ ഒരു ഫോമിന്റെ ബോട്ടിലാണ് നെഡ്രിക്ക് കൊടുക്കുന്നത്. അതിന്റെ അടിയിൽ ഒരു ഓപ്പണർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഭ്രൂണങ്ങൾ സേഫ് ആയിട്ട് അതിനകത്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ഒരാൾക്കും ഡൗട്ട് തോന്നാതെ അവനത് പുറത്തേക്ക് കടത്താനും സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അയാൾ ആ ബോട്ടിലെടുത്തിട്ട് നെഡ്രിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അത് വാങ്ങിയതിനു ശേഷം അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വീക്കെൻഡായി. ജോൺ ഹാമണ്ട് ഇപ്പോൾ അയാൾക്ക് വേണ്ട ആളുകളെയും കൂട്ടിയിട്ട് ഇസ്ലാ ന്യൂബുലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡിനെയും എല്ലിയും കൂടാതെ മാൽക്കവും അതുപോലെ ആ വക്കീലായ ഡൊണാൾഡും ആ ഹെലികോപ്റ്ററിന്റെ അകത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ദ്വീപിൽ ലാൻഡ് ചെയ്യാണ്. ഈ സമയം ജുറാസിക് പാർക്കിലെ കുറച്ച് ജീപ്പുകളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി അവർക്ക് യാത്ര ചെയ്യേണ്ടത് ആ ജീപ്പിലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കയറ്റി ആ ജീപ്പ് ജുറാസിക് പാർക്കിലേക്ക് പോകാൻ തുടങ്ങി. ബാക്കി എല്ലാവരും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡൊണാൾഡ് ആണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഹാമണ്ടിനോട് ചോദിക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ട് ഇലക്ട്രിക് വേലികളൊക്കെ നിങ്ങൾ കെട്ടിയിട്ടില്ലേ എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊക്കെ കെട്ടിയിട്ടുണ്ട്, മാത്രമല്ല ഈ ദ്വീപിന് ചുറ്റുമായിട്ട് കോൺക്രീറ്റ് കിടങ്ങുകൾ കുഴിച്ചിട്ടുമുണ്ട്. ഇതൊന്നും കൂടാതെ എങ്ങാനും ദിനോസർ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവറ്റകളെ ട്രാക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളിപ്പോ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കി എന്നൊക്കെയാണ് ഹാമണ്ട് പറയുന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവരിപ്പോൾ ഒരു ഫീൽഡിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കാണുന്നത്. അത് കണ്ട് ഗ്രാൻഡിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. അയാളാണെങ്കിൽ വേഗം തന്നെ എല്ലിയെയും വിളിച്ച കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. അവനും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അത് ബ്രാഷിയോസോറസ് എന്ന് പറയുന്ന ദിനോസർ ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരൊരു ദിനോസറിനെ നേരിട്ട് കാണുന്നത്. ആ ഒരു സന്തോഷത്തിൽ അവർ വേഗം തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി ആ ദിനോസറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജോൺ ഹാമണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ ഇവറ്റകൾ എത്ര വേഗത്തിൽ ഓടും എന്നാണ് ഗ്രാൻഡ് ചോദിക്കുന്നത്. ഇവറ്റകളുടേത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, പക്ഷെ ടീറക്സിന്റേത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഏകദേശം 42 km/h എന്ന വേഗതയിലാണ് ടീറക്സ് ഓടുക എന്നാണ് ഹാമണ്ട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ അത്ഭുതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീറക്സും ഇതിനകത്തുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതേ ഗ്രാൻഡ്, ടീറക്സ് മാത്രമല്ല മറ്റ് പല ദിനോസറുകളും ഇവിടെയുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ജുറാസിക് പാർക്കിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് വേറെയും കുറെ ദിനോസറുകൾ അവർ കാണുന്നത്. അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ അവറ്റകളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവർ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവർ നേരെ ജുറാസിക് പാർക്കിന്റെ മെയിൻ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അതിനകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചതിന് ശേഷം ഹാമണ്ട് അവരെയും കൊണ്ട് പോകുന്നത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൈഡിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു തിയേറ്റർ പോലത്തെ ഒരു സെറ്റപ്പാണത്. അവരെല്ലാവരും അതിനകത്തേക്ക് കയറ്റിയിരുത്തിയതിനു ശേഷം ആദ്യം ഹാമണ്ടിന്റെ തന്നെ ഒരു വീഡിയോ ആണ് അയാൾ കാണിക്കുന്നത്. അതായത് എങ്ങനെയാണ് അയാൾ ദിനോസറുകളെ സൃഷ്ടിക്കുന്നത് അതിനെക്കുറിച്ചാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവന്റെ ഘടന എന്ന് പറയുന്നത് DNA ആണ്. DNA ഉണ്ടെങ്കിൽ ഒരു ജീവിയെ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ദിനോസറുകളുടെ DNA എങ്ങനെയാണ് കിട്ടിയത്? അത് വളരെ സിമ്പിൾ ആണ്. ദിനോസറുകളുടെ കാലത്തും കൊതുകുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കൊതുകുകളൊക്കെ ദിനോസറിന്റെ ചോരയും കുടിക്കാറുണ്ട്. അങ്ങനെ ആ ചോര കുടിച്ചതിന് ശേഷം ചില കൊതുകുകളൊക്കെ മരത്തിൽ ചെന്നിരിക്കുമ്പോൾ അവിടുത്തെ മരപ്പശയിൽ കുടുങ്ങി പോവാറുണ്ട്. അങ്ങനെ ആ മരപ്പശയിൽ കുടുങ്ങി ചത്തുപോയി കഴിഞ്ഞാലും കൊതുകുകളുടെ ശരീരം നശിക്കുന്നില്ല. അതൊരു ഫോസില് പോലെ അതിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജുറാസിക് പാർക്കിലെ സയന്റിസ്റ്റുകളെല്ലാം ചേർന്നിട്ട് ആ മരപ്പശയാണ് കുഴിച്ചെടുക്കുന്നത്. അങ്ങനെ ആ കൊതുകുകൾ അടങ്ങിയ മരപ്പശയാണ് ആംബർ എന്ന് പറയുന്നത്. അത് കുഴിച്ചെടുക്കുന്ന സ്ഥലത്തിനെ ആംബർ മൈൻ എന്നും പറയും. അങ്ങനെ ആ ആംബറിൽ നിന്നും ആ കൊതുകിന്റെ ശരീരത്തിലേക്ക് ഒരു സൂചി കടത്തിയിട്ട് അതിനകത്തുള്ള ദിനോസറിന്റെ ചോര കളക്ട് ചെയ്യും. ആ ബ്ലഡിൽ ദിനോസറിന്റെ DNA ഉണ്ടാവും. പക്ഷെ എങ്ങാനും ആ ദിനോസറിന്റെ DNAക്ക് ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിടവുകൾ നികത്താൻ വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളുടെ DNA ആണ് ഉപയോഗിക്കാറുള്ളത്.
അങ്ങനെ ആ DNA ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് അവർ പുതിയൊരു ദിനോസറിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാമണ്ട് ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജുറാസിക് പാർക്കിലെ ലാബാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഗ്രാൻഡിനെ സംബന്ധിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അതൊന്നും കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വേഗം തന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ലാബിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. കുറച്ച് ദിനോസറുകളുടെ മുട്ടയൊക്കെ അവിടെ വിരിയിക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഈ ജുറാസിക് പാർക്കിലെ ലാബിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹെൻറിയാണ്. അയാൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഒരു ദിനോസറിന്റെ മുട്ട വിരിയാറായിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇവിടെയുള്ള ഓരോ മുട്ട വിരിയുന്ന സമയത്തും ഞാൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ പാർക്കിലുള്ള മുഴുവൻ ദിനോസറുകളും എന്റെ മുന്നിലാണ് ജനിച്ചത് എന്നൊക്കെയാണ് ഹാമണ്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇവിടെയുള്ളതൊക്കെ കാട്ടിലെങ്ങാനും ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നാണ് മാൽക്കം ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ഹെൻറിയാണ്. അങ്ങനെ കാട്ടിലൊന്നും ഒരു ദിനോസറും ജനിക്കത്തില്ല. ജനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൺമുന്നിലാണ്. കാരണം ഇവിടെ പെൺ ദിനോസറുകളെ മാത്രമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണ് ഹെൻറി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് സമ്മതിച്ചു. പക്ഷെ ജീവന്റെ കാര്യമാണ്. അത് ജനിക്കാൻ വേണ്ടി പല വഴികളും കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നാണ് മാൽക്കം അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അയാൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാൻഡ് വേഗം തന്നെ ആ കുട്ടി ദിനോസറിനെ കയ്യിലെടുക്കുന്നു. ഇത് ഏത് തരം ദിനോസറാണ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് വെലോസിറാപ്റ്ററിന്റെ കുഞ്ഞാണ് എന്നാണ് ഹെൻറി മറുപടി പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ അത്ഭുതത്തോടെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ നേരെ ചെല്ലുന്നത് ഒരു വെലോസിറാപ്റ്ററിന്റെ കൂടിന്റെ അടുത്തേക്കാണ്. ഈ സമയത്ത് ഒരു പശുവിന് അതിന് തീറ്റ കൊടുക്കുകയാണ്. അതിനെ റാപ്റ്ററിന്റെ കൂട്ടിലേക്ക് ഇറക്കി വെച്ച ഉടനെ തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ആ പശുവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ഭൂമികുലുക്കം ഉണ്ടാവുന്ന പോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയത്താണ് റോബർട്ട് എന്ന് പറഞ്ഞ ഒരാളങ്ങോട്ട് വരുന്നത്. ഒരു വേട്ടക്കാരനാണ് അയാൾ. ഈ വെലോസിറാപ്റ്ററിനെ കുറിച്ചിട്ട് എല്ലാവരെക്കാളും നന്നായിട്ട് ഇയാൾക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഹാമണ്ട് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ഗ്രാൻഡിനെ സംബന്ധിച്ചിട്ട് ഈ റാപ്റ്ററുകളോട് അയാൾക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അയാൾ റോബർട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവറ്റകളുടെ വേഗത എന്ന് പറയുന്നത് ചീറ്റപ്പുലിയുടെ അത്രത്തോളം ഉണ്ട്. മാത്രമല്ല നല്ല ഉയരത്തിൽ അതിന് ചാടാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ വേലി ഇത്രയ്ക്ക് ഉയർത്തി കെട്ടിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ബുദ്ധിശക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അപാരമാണ്. ഞങ്ങൾ ഇവിടെ 8 വെലോസിറാപ്റ്ററിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവള് വന്നതിന് ശേഷം 2 എണ്ണത്തിനൊഴികെ ബാക്കി എല്ലാത്തിനെയും അവൾ കൊന്നു. ഇപ്പോൾ അവളുടെ പ്രധാന ജോലി ഇവിടെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് പരിശോധിക്കലാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇതിന് തീറ്റ മുകളിലൂടെ കൊടുക്കുന്നത്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഇതിനകത്ത് നിന്ന് ചാടും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ഡിസ്കഷനൊക്കെ ശേഷം അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരുടെയും അഭിപ്രായം എന്നാണ് ഹാമണ്ട് ചോദിക്കുന്നത്. ആദ്യ അഭിപ്രായം പറയുന്നത് ആ വക്കീലായ ഡൊണാൾഡ് ആണ്. അയാൾ ഇത്രയും കാലം ഈ പാർക്കിനെതിരായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ചാണ്. അതിന്റെ കാരണം ഈ ദിനോസറുകളെ വെച്ചിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അയാൾ പറയുന്നത്. അടുത്തതായിട്ട് മാൽക്കമാണ് സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പ്രകൃതിയുടെ നിയമങ്ങളാണ് നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നത്. ഈ വംശനാശം സംഭവിച്ച ജീവികളെ ഒന്നും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നിങ്ങൾ ഈ കഴുകനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിന് വംശനാശം സംഭവിക്കാറായിട്ടുണ്ട്. ഞാൻ ആ കഴുകനെയാണ് ഇവിടെ വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയത്തില്ലായിരുന്നല്ലോ എന്നാണ് ഹാമണ്ട് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് കമ്പാരിസൺ ആണ് ഈ നടത്തുന്നത്? ഈ ദിനോസറുകൾ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം കാരണമൊന്നും വംശനാശം സംഭവിച്ചതല്ല. പ്രകൃതി തന്നെയാണ് അവറ്റകളെ ഇല്ലാതാക്കിയത്. അങ്ങനെയുള്ള ജീവികളെയാണ് നിങ്ങളിപ്പോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെയാണ് മാൽക്കം പറയുന്നത്. അടുത്തതായിട്ട് അഭിപ്രായം പറയുന്നത് എല്ലിയാണ്. നിങ്ങൾ ഇവിടെ കുറെ ദിനോസറുകൾ ഉണ്ടാക്കി, ശരിയാണ്. പിന്നെ ഈ പാർക്കിന്റെ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറേയേറെ ചെടികൾ നിങ്ങൾ വളർത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ വിഷമുള്ള ചെടി ഏതാണ്, വിഷമില്ലാത്ത ചെടി ഏതാണ് എന്നൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഈ ദിനോസറുകൾ വിഷമുള്ള ചെടിയാണ് കഴിക്കുന്നതെങ്കിൽ അവറ്റകളെല്ലാം വീണ്ടും ചത്തുപോകത്തില്ലേ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അടുത്തതായിട്ട് അഭിപ്രായം പറയുന്നത് ഗ്രാൻഡ് ആണ്. അയാൾ പറയുന്നതും ഈ വംശനാശത്തെ കുറിച്ചിട്ട് തന്നെയാണ്. മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പ് വംശനാശം സംഭവിച്ചതാണ് ഈ ദിനോസറുകൾക്ക്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ദിനോസറുകൾ ഇപ്പോ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല എന്നാണ് ഗ്രാൻഡ് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ ഹാമണ്ട് അയാളുടെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഈ വക്കീലായിരുന്നു ഈ പാർക്കിനെ എതിർത്തത്. ഇയാളുടെ എതിർപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു. വക്കീലാണെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നു. എന്തായാലും
നല്ല കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തായാലും ഈ പാർക്കിലെ ജീവികളെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണ്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അയാൾ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയമാകുമ്പോഴേക്കും ഹാമണ്ടിന്റെ 2 കൊച്ചുമക്കൾ അങ്ങോട്ട് വരുന്നുണ്ട്. ലെക്സ് എന്നും ടിം എന്നുമാണ് ഇവരുടെ പേര്. അവരും പാർക്ക് കാണാൻ വന്നിരിക്കുകയാണ്. ഗ്രാൻഡിനും ടീമിനും കൊടുക്കുന്ന ടൂറിന്റെ കൂടെ ഈ കുട്ടികളെയും ഉൾപ്പെടുത്താനാണ് ഹാമണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയമാകുമ്പോഴേക്കും 2 ഇലക്ട്രിക് വണ്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതിലാണ് എല്ലാവരും പാർക്ക് ചുറ്റി കാണാൻ പോകുന്നത്. ഈ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡ്രൈവർ ഇല്ല. അവിടെ നടുവിലൂടെ ഇട്ടിരിക്കുന്ന റെയിലിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. അങ്ങനെ കുട്ടികളും ഡൊണാൾഡും കൂടെ മുന്നിലത്തെ വണ്ടിയിലും ബാക്കിയുള്ളവർ പുറകിലത്തെ വണ്ടിയിലുമാണ് കയറുന്നത്. അതിനുശേഷം വേഗം തന്നെ അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ അവർ ആ ജുറാസിക് പാർക്കിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ കൗതുകത്തോടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞ് അവർ ആദ്യത്തെ ദിനോസറിന്റെ കൂടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ആ വണ്ടിയിൽ നിന്നും ആ ദിനോസറുകളെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. ഈ ദിനോസറിന്റെ പേര് ഡൈലോഫസോറസ് എന്നാണ്. മാംസബുക്കുകളായ ഈ ജീവികൾ ഇരയെ അറ്റാക്ക് ചെയ്യുന്നത് വിഷം തുപ്പിയാണ്. ആ വിഷം ദേഹത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇരയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും, മാത്രമല്ല തളർച്ചയുണ്ടാവുകയും ചെയ്യും. ഈ ഒരു അവസരത്തിലാണ് ഈ ദിനോസറുകൾ ഇരയെ ഭക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വണ്ടിയിലൂടെ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് വളരെ അത്ഭുതത്തോടെ ആ ദിനോസറുകളെ കാണാൻ തിടുക്കം കൂട്ടാണ് എല്ലാവരും. പക്ഷെ ആ ജീവികളൊന്നും പുറത്തേക്ക് വരാത്തോണ്ട് തന്നെ അവരെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നിരാശയിലാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ അവരുടെ ആ യാത്രയൊക്കെ കൺട്രോൾ റൂമിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവർ വല്ലാത്തൊരു ടെൻഷനിലാണ്. അതിന്റെ കാരണം ആ ദ്വീപിൽ ഒരു പേമാരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നവർക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒന്നാമത് ആ ഒരു ടെൻഷനാണ്. രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറയുന്നത് പാർക്കിലെ കമ്പ്യൂട്ടർ ഒന്നും ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ട് സെറ്റ് ആയിട്ടില്ല. ആ ജോലി ചെയ്യേണ്ടത് നെഡ്രിയാണ്. എന്താണ് നീ ഇവിടുത്തെ പണിയൊന്നും ചെയ്ത് തീർക്കാത്തത് എന്നൊക്കെ ഹാമണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ കാശ് മുടക്കുന്നില്ല. നിങ്ങൾ മുടക്കുന്ന കാശ് വെച്ചിട്ട് ഇതുപോലുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ മറുപടി പറയുന്നത്. അവൻ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഹാമണ്ടിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ വേറെ ആരെയും ജോലിക്ക് കിട്ടാത്തതുകൊണ്ട് അയാൾ വല്ലാതെ ഒന്നും അവനോട് ചൂടാവുന്നില്ല. അങ്ങനെ ഗ്രാൻഡും കൂട്ടരും ഇപ്പോൾ ടീറെക്സിന്റെ കൂടിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ടീറെക്സും അവരുടെ മുന്നിലേക്ക് വരുന്നില്ല. അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാടിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അത് പുറത്തേക്ക് വരുന്നില്ല. ഇതുവരെയായിട്ടും അവർക്ക് ഒരു ദിനോസറിനെയും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് അവർ. അങ്ങനെ വീണ്ടും അവരുടെ വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി. കുറച്ചുകൂടെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴാണ് അവിടെ ഫീൽഡിൽ ഒരു ദിനോസർ വീണ് കിടക്കുന്നത് കാണുന്നത്. ഒരു ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ഗ്രാൻഡ് ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അത് കാണുമ്പോൾ എല്ലിയോ അയാളുടെ പുറകെ പോകുന്നു. അങ്ങനെ അവർ വേഗം തന്നെ ആ ദിനോസറിന്റെ അടുത്തെത്തി. ട്രൈസെറാപ്റ്റർ എന്നാണ് ആ ദിനോസറിന്റെ പേര്. ഇതൊരു സസ്യബുക്കാണ്. അവിടുത്തെ ഏതൊരു വിഷച്ചെടി കഴിച്ചിട്ടാണ് അതിന് വയ്യാണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ആ ഡോക്ടറാണ് ആ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ആ ദിനോസറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയമാകുമ്പോഴേക്കും ശക്തമായ പേമാരി അവിടെ ഉണ്ടാവാൻ പോവാണ് എന്നൊരു മെസ്സേജ് കൺട്രോൾ റൂമിലേക്ക് വരുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ആ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ആക്കിയിട്ട് എല്ലാവരെയും തിരിച്ചു വിളിക്കാനാണ് ഹാമണ്ട് പറയുന്നത്. ഈ സമയത്താണ് വളരെ ശക്തമായിട്ടൊരു ഇടി വെട്ടുന്നത്. അത് കാണുമ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് വേഗം തന്നെ തിരിച്ചു പോവാം എന്നാണ് ഡൊണാൾഡ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും പോയിക്കോ, ഞാൻ കുറച്ചു നേരം കൂടെ ഇവളുടെ അടുത്ത് ഇരിക്കട്ടെ, അതിനുശേഷം ഈ ഡോക്ടറുടെ കൂടെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നാണ് എല്ലി പറയുന്നത്. അങ്ങനെ അവളെ അവിടെ നിർത്തിയതിനു ശേഷം ഗ്രാൻഡും കൂട്ടരും വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയം തന്നെ നെഡ്രിക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. അത് ആ ഭ്രൂണങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ആളാണ്. ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉടനെ തന്നെ അത് എടുത്തോണ്ട് വരാനാണ് അയാൾ പറയുന്നത്. നെഡ്രി ആണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് എടുത്തോണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അയാൾ ഇങ്ങനെ നിർബന്ധിക്കുന്ന കാണുമ്പോൾ അവനിപ്പോ മറ്റൊരു നിവൃത്തിയുമില്ല. അവൻ വേഗം തന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ച് ഫുഡ് എടുക്കാൻ വേണ്ടി ആ വെൻഡിങ് മെഷീന്റെ അടുത്തേക്ക് പോവാണ്. ഫോണിന്റെ ഡീബഗിംഗ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അത് അവന്റെ ഒരു ഉടായിപ്പാണ്. അവൻ ആ ഭ്രൂണങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരോട് പറഞ്ഞത്. അതിനുശേഷം അവൻ ആ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ആക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ ആ ഭ്രൂണങ്ങൾ ഇരിക്കുന്ന റൂമിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അതിൽ ഓരോരോ ദിനോസറുകളുടെ ഭ്രൂണങ്ങൾ എടുത്തിട്ട് അവന്റെ കയ്യിലുള്ള കുപ്പിയിലേക്ക് വെക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ എണ്ണം കളക്ട് ചെയ്തതിനു ശേഷം അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം ആകുമ്പോഴേക്കും അവിടെയുള്ള മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ആയിട്ടുണ്ട്. അതിന്റെ ഒക്കെ അലാറം അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ഓഫ് ആവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നെഡ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്കിലും എല്ലാ സെക്യൂരിറ്റി സിസ്റ്റംസും ഓഫ് ആവുന്നത് കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ നെഡ്രിയെ വിളിച്ചുകൊണ്ട് വരാനാണ് ഹാമണ്ട് അവിടെയുള്ള ആൾക്കാരോട് പറയുന്നത്. ഈ സമയം റേ വേഗം ചെന്നിട്ട് നെഡ്രിയുടെ കമ്പ്യൂട്ടർ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ വെലോസിറാപ്റ്ററിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒഴികെ ബാക്കി എല്ലാ കൂടിന്റെ
പാർക്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം അവൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അവൻ ആ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവനിപ്പോ അവിടെയുള്ള ഗേറ്റ് എല്ലാം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം തുറന്നതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. അവന്റെ ആ വെപ്രാളത്തിലുള്ള പോക്കുകൊണ്ട് അവന്റെ വണ്ടി നേരെ ചെന്നിട്ട് അവിടെയുള്ള ഒരു സൈൻ ബോർഡിനിട്ടിട്ടാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ സമയം നെഡ്രി വേഗം ഇറങ്ങി ചെന്നിട്ട് ആ സൈൻ ബോർഡ് റെഡിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആരോ എങ്ങോട്ടാണ് വെക്കേണ്ടത് എന്ന കാര്യം മാത്രം അവൻ അറിയത്തില്ല. ഇതേ സമയം തന്നെ റേയും കൂട്ടരും കൂടെ നെഡ്രിയുടെ കമ്പ്യൂട്ടർ വെച്ച് ആ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ആക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കതൊന്നും ഓൺ ആക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇനിയിപ്പോ മറ്റാരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോണുകളും വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും കൂടാതെ അവർക്കിപ്പോ മറ്റൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. ആ സെക്യൂരിറ്റി സിസ്റ്റം മൊത്തം ഓഫ് ആക്കിയതുകൊണ്ട് പാർക്കിലേക്ക് പോയിരിക്കുന്ന ആ വണ്ടികൾ ഇനി ഓടത്തില്ല. അവരിപ്പോൾ ആ പാർക്കിന്റെ നടുവിൽ പെട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കൂടെ ഓർത്തിട്ട് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഗ്രാൻഡും കൂട്ടരും ആ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിന് പവർ ഇല്ലാത്തതുകൊണ്ട് അതിപ്പോ അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവരിപ്പോ നിൽക്കുന്നതാവട്ടെ ആ ടീറെക്സിന്റെ കൂട്ടിന്റെ മുന്നിലാണ്. മുന്നിലത്തെ വണ്ടികളിലായിട്ട് കുട്ടികളും പുറകിലത്തെ വണ്ടിയിൽ ഗ്രാൻഡും മാലിക്കവുമാണ് ഇരിക്കുന്നത്. ഗ്രാൻഡിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. കറണ്ട് പോയതല്ലേ, അത് ഉടനെ തന്നെ ശരിയാക്കുമായിരിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ മാൽക്കത്തിന് അങ്ങനെയല്ല. അവരിപ്പോ നിൽക്കുന്നത് ടീറെക്സിന്റെ കൂടിന്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും പേടിച്ചാണ് ഇരിക്കുന്നത്. ഇതേ സമയം മുന്നിലത്തെ വണ്ടിയിൽ ഇരുന്നിട്ട് ടിം ഇപ്പോൾ ഒരു നൈറ്റ് വിഷൻ ഡിവൈസ് എടുത്തിട്ടുണ്ട്. അവൻ അത് വെച്ചിട്ട് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായിട്ട് അവൻ ആ പരിസരമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. എന്തോ ഇടിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. പക്ഷെ അവൻ മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. ബാക്കി ആരും ഈ ഒരു സമയത്ത് അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധയോടെ അത് എന്താണെന്ന് നോക്കാൻ തുടങ്ങി. ഈ സമയം ആ കാറിന്റെ ഡാഷ്ബോർഡിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അവൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ടീറെക്സിന്റെ കൂട്ടിൽ വെച്ചിരുന്ന ആ ആടിനെ കാണുന്നില്ല. അത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പെട്ടെന്നാണ് ആ ആടിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അവരുടെ കാറിന്റെ മുകളിലേക്ക് തെറിച്ചു വീഴുന്നത്. അത് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അത് ടീറെക്സ് ആയിരുന്നു. അതിപ്പോൾ ആടിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ട് എല്ലാവർക്കും ആകെ പേടിയാവാൻ തുടങ്ങി. ഈ സമയം ഡൊണാൾഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അയാൾ നേരെ ഓടി ചെല്ലുന്നത് അവിടെയുള്ള ഒരു റെസ്റ്റ് റൂമിന്റെ അകത്തേക്കാണ്. അതിനുശേഷം അതിനുള്ളിലെ ക്ലോസറ്റിൽ ചെന്നിരിക്കുകയാണ്. ഈ സമയമായിട്ടും ഗ്രാൻഡും മാലിക്കവും ടീറെക്സിനെ കണ്ടിട്ടില്ല. അവർ നോക്കുമ്പോൾ അവിടുത്തെ വെയിലൊക്കെ പൊളിയുന്നാണ് കാണുന്നത്. പെട്ടെന്നാണ് ടീറെക്സ് ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. ഈ സമയത്താണ് മാൽക്കവും ഗ്രാൻഡും ടീറെക്സിനെ കാണുന്നത്. അവരും ആകെ പേടിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനങ്ങാണ്ട നിന്നാ മതി, അനങ്ങുന്ന വസ്തുക്കളെ മാത്രമേ ടീറെക്സിന് കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ടീറെക്സ് പതുക്കെ പതുക്കെ അവരുടെ ആ വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം കുട്ടികളാണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ലെക്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കിടക്കുന്ന ഒരു ടോർച്ച് എടുത്തിട്ട് ഗ്രാൻഡ് ഇരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് അടിക്കാൻ തുടങ്ങി. ആ ലൈറ്റ് കാണുമ്പോൾ ടീറെക്സ് വേഗം തന്നെ കുട്ടികൾ ഇരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം ആ വണ്ടിക്കുള്ളിൽ എന്താണുള്ളത് എന്നൊക്കെ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനകത്തിരിക്കുന്ന കുട്ടികൾ അതിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടി മറച്ചിടാനുള്ള ശ്രമത്തിലാണത്. പക്ഷെ കുറെ നേരമായിട്ട് ശ്രമിച്ചിട്ടും ആ വണ്ടി മറച്ചിടാൻ അതിന് സാധിക്കുന്നില്ല. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മുകളിലത്തെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് അത് തല അകത്തേക്ക് ഇടാൻ തുടങ്ങി. പക്ഷെ ആ ഗ്ലാസ് അവിടെ കിടക്കുന്നതുകൊണ്ട് അതിന് കുട്ടികളെ പിടിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളെ പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ടീറെക്സ് വീണ്ടും വണ്ടി മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് സമയം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി തല കുത്തനെ മറയാണ്. അതിപ്പോ ആ കുട്ടികളെ പിടിച്ചു തിന്നും എന്ന കാര്യം ഗ്രാൻഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഫ്ലെയറും കത്തിച്ചിട്ട് വേഗം തന്നെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ആ ടീറെക്സിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ആ ഫ്ലെയർ കത്തിയത് കാണുമ്പോൾ ടീറെക്സ് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം അയാൾ ആ ഫ്ലെയർ എടുത്തിട്ട് ആ കൂട്ടിലേക്കാണ് എറിയുന്നത്. അത് കാണുമ്പോൾ ടീറെക്സ് വീണ്ടും ആ കൂട്ടിലേക്ക് പോകാൻ തുടങ്ങി. അതിനിടയിലാണ് മാൽക്കോ ഒരു ഫ്ലെയറും കത്തിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. ഈ സമയം ടീറെക്സ് അയാളുടെ പുറകെ പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം കുട്ടികളെയും രക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് മാൽക്കോ അതും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ടീറെക്സും അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി ആ ഡൊണാൾഡ് കയറിയിരിക്കുന്ന ബാത്റൂമിന്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ടീറെക്സ് ആ ബാത്റൂം മൊത്തത്തിൽ പൊളിച്ചു കളയാണ്. അതോടൊപ്പം തന്നെ മാൽക്കോ അവിടേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബാത്റൂം എല്ലാം പൊളിച്ചു കഴിയുമ്പോൾ ഡൊണാൾഡ് ആണെങ്കിൽ ആ ക്ലോസറ്റിന്റെ മുകളിൽ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ടീറെക്സ് അയാളുടെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം വേഗം തന്നെ ആ ഡൊണാൾഡിനെ പിടിച്ച് തിന്നുകയാണ്. ഇതേ സമയം ഗ്രാൻഡ് ആണെങ്കിൽ കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അയാൾ ലെക്സിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ
പേടിപ്പിക്കുമ്പോഴേക്കും ടീറക്സ് വീണ്ടും അവരുടെ മുന്നിലേക്ക് വരുന്നു. അവരാണെങ്കിൽ അനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ടീറക്സ് ആ വണ്ടിയിലിട്ട് ഇടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കാർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ ഗ്രാൻഡും ലെക്സും കൂടെ ആ കാറിന്റെ മറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടീറക്സ് ആണെങ്കിൽ ആ കാറ് തള്ളി താഴേക്ക് ഇടാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ ഗ്രാൻഡ് ലെക്സിനെയും കൂട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന കമ്പിയിൽ തൂങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയവും ടിം ആ കാറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ടീറക്സ് ആ കാറ് മറിച്ച് താഴേക്ക് ഇടുന്നു. അത് നേരെ ഒരു മരത്തിന്റെ മുകളിലേക്കാണ് ചെന്ന് വീഴുന്നത്. അങ്ങനെ താഴേക്കൊന്ന് നോക്കിയതിനു ശേഷം ടീറക്സ് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ഹാമണ്ടും കൂട്ടരും കൂടെ നെഡ്രിയുടെ കമ്പ്യൂട്ടർ പരിശോധിക്കുന്ന തിരക്കിൽ തന്നെയാണ്. ഈ സമയമാകുമ്പോഴേക്കും എല്ലിയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരെത്രയൊക്കെ നോക്കിയിട്ടും ആ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയം ഹാമണ്ടിനാണെങ്കിൽ കുട്ടികളെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീപ്പ് എടുത്തിട്ട് അവരുടെ അടുത്തേക്കൊന്ന് പോയിക്കൂടെ എന്നാണ് അയാൾ റോബർട്ടിനോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിനെന്താ, ഞാൻ പോയിട്ട് അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റോബർട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. എല്ലിയും അയാളുടെ കൂടെ പോകുന്നുണ്ട്. ഇതേ സമയം നെഡ്രി ആണെങ്കിൽ വളരെ വേഗത്തിൽ അയാളുടെ വണ്ടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാളുടെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടിട്ട് അത് താഴേക്ക് ഇടിച്ചിറങ്ങാണ്. അയാൾക്കിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ കയറ് കെട്ടി വലിച്ചു കഴിഞ്ഞാലേ ആ വണ്ടി അയാൾക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കയറ് പിടിച്ച് വലിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ കുറച്ച് അപ്പുറത്തുള്ള ഒരു മരത്തിലാണ് ആ കയറ് കെട്ടുന്നത്. അത് ആ ഡിലോഫസോറസ് ഉള്ള സ്ഥലമായിരുന്നു. അയാൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ ആ ദിനോസർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനെ കണ്ട ഉടനെ നെഡ്രി വേഗം അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ ആ ദിനോസർ അവനെ വിടുന്നില്ല. അതിപ്പോൾ അവന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഡിലോഫസോറസ് അവന് നേരെ ചീറ്റുന്നത്. അത് അവന്റെ മുഖത്തേക്കാണ് തുപ്പുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ കയ്യിലിരിക്കുന്ന ആ കുപ്പി തെറിച്ച് താഴേക്ക് വീഴുന്നു. അങ്ങനെ അവൻ പേടിച്ച് വേഗം വണ്ടിക്കകത്തേക്ക് കയറുമ്പോഴാണ് പെട്ടെന്ന് ആ ദിനോസർ ആ വണ്ടിക്കകത്തേക്ക് വരുന്നത്. അതിനുശേഷം വേഗം തന്നെ അവനെ പിടിച്ച് തിന്നാണ്. ഈ സമയം ഗ്രാൻഡും ലെക്സും കൂടെ ആ കാറ് വീണ് കിടക്കുന്ന മരത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. അയാൾ ലെക്സിനെ അവിടെ നിർത്തിയതിനു ശേഷം വേഗം തന്നെ ആ മരത്തിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ മരത്തിന്റെ നല്ല ഉയരത്തിലാണ് കാറ് പെട്ടുകിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആ മരത്തിൽ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ അയാൾ ആ മരത്തിന്റെ മുകളിലെത്തിയിട്ട് ടിമ്മിനെ പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ അവനെയും കൂട്ടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ആ കാർ ഉരുണ്ട് താഴേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവർ വേഗം തന്നെ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ കാർ അവരുടെ മുകളിലേക്ക് വന്ന് വീണ് കഴിഞ്ഞിരുന്നു. പക്ഷെ താഴെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല. അവർ വേഗം തന്നെ അതിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം എല്ലിയും റോബർട്ടും കൂടെ ആ ടീറക്സിന്റെ കൂടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ആ കൂട് മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. ആ ഡൊണാൾഡിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതിനിടയിലാണ് മാൽക്ക അവിടെ വീണ് കിടക്കുന്നവർ കാണുന്നത്. അവർ വേഗം തന്നെ മാൽക്കത്തിനെ എഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം അയാൾ ആ ജീപ്പിനകത്തേക്ക് കയറ്റുമ്പോഴാണ് എല്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ നോക്കുമ്പോൾ ആ കാറ് താഴേക്ക് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാൽക്കത്തിനെ അവിടെ ഇരുത്തിയിട്ട് അവളും റോബർട്ടും കൂടെ വേഗം താഴേക്ക് ഇറങ്ങി ആ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവർ നോക്കുമ്പോൾ ആ കാറിന്റെ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം തന്നെ അവരുടെ ജീപ്പിന്റെ അടുത്തേക്ക് തിരിച്ചു നടക്കുകയാണ്. പെട്ടെന്നാണ് ആ ടീറക്സ് വീണ്ടും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ ജീപ്പിൽ കയറി വളരെ വേഗത്തിൽ ഓടിച്ചു പോകാൻ തുടങ്ങി. ടീറക്സ് ആണെങ്കിൽ അവരുടെ പുറകെ വരുന്നുണ്ട്. പക്ഷെ അതിന് പിടി കൊടുക്കാതെ അവർ വേഗം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ഓടിയിട്ടും ടീറക്സിന് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ടീറക്സ് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ വളരെ കഷ്ടിച്ചാണ് അവരിപ്പോൾ ആ ടീറക്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഗ്രാൻഡും കുട്ടികളും ആ കാടിന്റെ മറ്റൊരു ഭാഗത്താണ്. അവർക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിലേക്കാണ് അവർ കയറുന്നത്. അങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറിയതിനു ശേഷം 3 പേര് അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ 2-3 ബ്രാഷിയോസോറസ് അവിടെ നിൽക്കുന്നുണ്ട്. വളരെ കൗതുകത്തോടെ അവറ്റകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഇന്ന് രാത്രി അവർ ആ മരത്തിന്റെ മുകളിലാണ് കഴിയുന്നത്. ഇതേ സമയം എല്ലിയും കൂട്ടരും തിരിച്ച് അവരുടെ ആ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവളിപ്പോ ഹാമണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡിനെയും കുട്ടികളെയും കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ട. അയാൾ ഒരു ഡൈനോസർ എക്സ്പേർട്ട് അല്ലേ, എങ്ങനെ ആ ദിനോസറുകളെ കബളിപ്പിക്കണം എന്ന കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയുമായിരിക്കും എന്നൊക്കെയാണ് ഹാമണ്ട് പറയുന്നത്. പക്ഷെ എല്ലിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ല ടെൻഷൻ. അവൾ ഇപ്പോഴും ആ ദിനോസറുകളെ സൃഷ്ടിച്ചതിനെ കുറിച്ചിട്ട് തന്നെയാണ് അയാളോട് ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്തും അയാൾ ചെയ്ത കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആ നെഡ്രിയെ ജോലിക്കെടുത്താണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അടുത്ത തവണ നമുക്കത് ശരിയാക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു പിഴവും ഇല്ലാതെ ഈ പാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എല്ലിക്ക് ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചെയ്ത കാര്യത്തെ സപ്പോർട്ട് ചെയ്യാണോ? ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്ത ജീവികളെയാണ് നിങ്ങൾ തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല അവർ
അവറ്റുകൾ ഇപ്പോൾ സ്വതന്ത്രമാവുകയും ചെയ്തു. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കത്തില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ ബ്രാഷിയോസോറസ് വന്ന് വിളിച്ചിട്ടാണ് അവരെല്ലാവരും എഴുന്നേൽക്കുന്നത്. അവരുടെ തൊട്ടടുത്തിരിക്കുന്ന ഇലകളൊക്കെ തിന്നോണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ കുട്ടികൾ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ അത് വെജിറ്റേറിയൻ ദിനോസറാണ്, അതൊന്നും നിങ്ങളെ ചെയ്യത്തില്ല എന്നൊക്കെ ഗ്രാൻഡ് പറയുമ്പോൾ അവരുടെ ആ പേടിയൊക്കെ മാറുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് അവിടെ നിന്ന് ഇലകളൊക്കെ പറിച്ചിട്ട് ആ ദിനോസറിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരതിന് ആദ്യമായിട്ടൊന്ന് തൊട്ടു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ തൊട്ട് കളിക്കുമ്പോഴാണ് ആ ബ്രാഷിയോസോറസ് ലെക്സിന് നേരെ ചീറ്റുന്നത്. അത് മൊത്തം അവളുടെ മുഖത്തേക്കാണ് തെറിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തൊടാനുള്ള ശ്രമമൊക്കെ അവൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ ആ മരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരിടത്ത് എത്തുമ്പോഴാണ് കുറെ ദിനോസറിന്റെ മുട്ടകൾ അവർ കാണുന്നത്. അതെല്ലാം വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. വളരെ കൗതുകത്തോടെ ഗ്രാൻഡ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ടിം അയാളോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഇവിടെ പെൺദിനോസറുകൾ മാത്രമുള്ളൂ എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് അവറ്റുകൾ മുട്ടയിടുന്നത് എന്നാണ് ടിം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ദിനോസറുകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ DNA-ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ വിടവുകൾ നികത്താൻ വേണ്ടി തവളകളുടെ DNA ആണ് ഉപയോഗിച്ചത് എന്നാണ് ഹാമണ്ട് പറഞ്ഞത്. ആഫ്രിക്കയിലുള്ള ചില തവളകൾക്ക് സ്വന്തമായിട്ട് ലിംഗമാറ്റം നടത്താൻ സാധിക്കും. ആ തവളകളുടെ DNA ആയിരിക്കും ഇവറ്റകൾക്ക് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഈ ദിനോസറുകൾ സ്വയം മുട്ടയിട്ടത്. അപ്പൊ മാൽക്കം പറഞ്ഞത് ശരിയാണ്, ജീവൻ ഇപ്പോൾ അതിന്റെ വഴി കണ്ടെത്തിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതേ സമയം ഹാമണ്ടും കൂട്ടരും ഒരു ചർച്ചയിലാണ്. ആ നെഡ്രി അവിടുത്തെ കമ്പ്യൂട്ടറിൽ പണിത് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ആ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഓണാക്കാൻ സാധിക്കുന്നില്ല. ഇനി അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റം മൊത്തം ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനാണ് ഹാമണ്ട് റേയുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ ഉടനെ തന്നെ ആ സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി അതിന്റെ മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവിടുത്തെ മുഴുവൻ പവറും ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ അത് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അയാൾ വീണ്ടും അത് ഓൺ ആക്കുന്നു. പക്ഷെ അത് ഓൺ ആക്കി കഴിഞ്ഞിട്ടും കറണ്ട് ഒന്നും വരുന്നില്ല. അത് കാണുമ്പോൾ സിസ്റ്റം ഒക്കെ റീസെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ഇവിടുത്തെ ബ്രേക്കർ ഒക്കെ ട്രിപ്പ് ആയിട്ടുണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ കറണ്ട് വരും. പക്ഷെ അത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഷെഡിലേക്കാണ് പോകേണ്ടത്. ഞാൻ ഉടനെ തന്നെ അത് അവിടെ പോയിട്ട് ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റേ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം തന്നെ ഗ്രാൻഡും കുട്ടികളും ഒരു ഫീൽഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരവിടെ നിന്ന് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കുറെ ദിനോസറുകൾ അങ്ങോട്ട് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഗ്രാൻഡും കുട്ടികളും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവരവിടെ വീണ് കിടക്കുന്ന ഒരു മരത്തിന്റെ അപ്പുറത്തേക്കാണ് പതുങ്ങിയിരിക്കുന്നത്. ആ ദിനോസറുകളെല്ലാം അവരെയും ക്രോസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ടീറക്സ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അതൊരു ദിനോസറിനെ ചാടി പിടിക്കുന്നു. അതിനുശേഷം അതിനെ കഴിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് കുട്ടികളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വേഗം അവിടെ നിന്ന് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇതുവരെയായിട്ടും റേ ആ സിസ്റ്റം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. മാത്രമല്ല അയാളെ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലിയും റോബർട്ടും കൂടെ അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ ആദ്യം ചെല്ലുന്നത് ആ റാപ്റ്ററിന്റെ കൂടിന്റെ അടുത്തേക്കാണ്. അവർ നോക്കുമ്പോൾ ആ റാപ്റ്ററുകളെല്ലാം ആ കൂടും പൊളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്. പക്ഷെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ നടന്നിട്ട് അവരിപ്പോൾ ആ ഷെഡിന്റെ മുന്നിലെത്തി. ഈ സമയം റോബർട്ട് എല്ലിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ റാപ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് ആ ബ്രേക്കറുകളൊക്കെ ഓണാക്ക് എന്നാണ് അയാൾ അവളോട് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൾ ആ ഷെഡിലേക്ക് ഓടാൻ തുടങ്ങി. വളരെ വേഗത്തിലോടി അവൾ പെട്ടെന്ന് തന്നെ ആ ഷെഡിന്റെ അകത്തേക്ക് കയറുന്നു. അതിനകത്ത് എത്തിയതിനു ശേഷം അവൾ റേയെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര വിളിച്ചിട്ടും അയാളുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും കേൾക്കുന്നില്ല. ഈ സമയം ഗ്രാൻഡും കുട്ടികളുമാണെന്നുണ്ടെങ്കിൽ ഒരു വേലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അതിന് കറണ്ട് ഇല്ല എന്ന കാര്യം അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വേലിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇതേ സമയം എല്ലി ആണെങ്കിൽ ആ ബ്രേക്കറൊക്കെ ഓണാക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഹാമണ്ട് അവൾക്ക് വയർലെസ് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകാരമാണ് അവൾ ആ ബ്രേക്കറൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ബ്രേക്കർ ഓണാക്കിയതിനു ശേഷം അവൾ ആ ദിനോസറുകളുടെ കൂടിന്റെ പവർ എല്ലാം ഓണാക്കാൻ തുടങ്ങി. ഈ സമയം ഗ്രാൻഡും ലെക്സും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ടിം ആണെങ്കിൽ ആ വേലിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് ആ വേലിയിലേക്കും കറണ്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അവൻ ഷോക്ക് അടിച്ചിട്ട് പുറത്തേക്ക് തെറിച്ചു വീഴാണ്. പക്ഷെ അവൻ താഴേക്ക് വീഴുമ്പോഴേക്കും ഗ്രാൻഡ് അവനെ ചാടി പിടിക്കുന്നു. അങ്ങനെ ആ പാർക്കിലുള്ള പവറൊക്കെ ഓണായി. അതുകൊണ്ട് തന്നെ എല്ലി ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു റാപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന അവളാണെങ്കിൽ പേടിച്ച് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ പുറകിലേക്ക് പോകുമ്പോഴാണ് റേയുടെ കൈ അവളുടെ തോളിലേക്ക് വരുന്നത്. പക്ഷെ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അത് അയാളുടെ കൈ മാത്രമാണ്. ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊക്കെ ആ റാപ്റ്റർ തിന്നിട്ടുണ്ട്. ആ റാപ്റ്റർ ആണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. അങ്ങനെ വേഗം ഓടി പുറത്തേക്ക് വന്നിട്ട് അവൾ ആ ഗേറ്റ്
അടയ്ക്കുന്നു. ഈ സമയം റോബർട്ട് ആണെങ്കിൽ ഒരു റാപ്റ്ററിന്റെ പുറകിലാണ്. പക്ഷെ അയാൾ അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ റാപ്റ്റർ അയാളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. അതിനുശേഷം വേഗം തന്നെ അയാളെ കടിച്ചു കീറുന്നു. ഇതേ സമയം ഗ്രാൻഡ് ആണെങ്കിൽ ടിമ്മിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അയാൾ കുട്ടികളെയും കൂട്ടിയിട്ട് ആ പാർക്കിന്റെ മെയിൻ ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം ഗ്രാൻഡ് ബാക്കിയുള്ളവരെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവരെ അവിടേക്ക് തെരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എല്ലി അങ്ങോട്ട് ഓടി വരുന്നത്. അയാളെ കാണുമ്പോഴാണ് അവൾക്ക് ശരിക്കും ആശ്വാസമാവുന്നത്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ചെന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയം കുട്ടികളാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ കുറെ ഫുഡൊക്കെ നിരത്തിയിട്ടുണ്ട്. അവർ വേഗം ചെന്നിട്ട് അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു റാപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു റാപ്റ്റർ പതുക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ ഓടിച്ചെല്ലുന്നത് അവിടുത്തെ കിച്ചണിന്റെ അകത്തേക്കാണ്. അതിനുശേഷം അവർ അവിടെ പതുങ്ങിയിരിക്കുന്നു. റാപ്റ്റർ ആണെങ്കിൽ അതിന്റെ ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അത് കണ്ട് അവരാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ റാപ്റ്ററുകൾ ആ വാതിലും തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. 3 റാപ്റ്ററുകളുണ്ട്. അവർ 3 പേരും കൂടെ ആ കുട്ടികളെയും തെരഞ്ഞു നടക്കുകയാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയം ലെക്സ് നേരെ അവിടെ താഴെയുള്ള ഒരു ഷെൽഫിന്റെ അകത്തേക്കാണ് കയറുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഒരു റാപ്റ്റർ അവൾക്ക് നേരെ ഓടി ചെല്ലാൻ തുടങ്ങി. പക്ഷെ ആ റാപ്റ്റർ കണ്ടിരിക്കുന്നത് അവൾ ഇരിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിലിടിച്ചിട്ട് ആ റാപ്റ്റർ താഴേക്ക് വീഴാണ്. ഈ സമയം വേറൊരു റാപ്റ്റർ ആണെങ്കിൽ നേരെ ടിമ്മിന്റെ പുറകെയാണ് ഓടുന്നത്. അവനാണെങ്കിൽ അതിനെ കണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടിച്ചാണ് അവൻ അതിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ആ റാപ്റ്ററുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ലെക്സും ടിമ്മും കൂടെ വേഗം തന്നെ ആ കിച്ചന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം ആവുമ്പോഴേക്കും ഗ്രാൻഡും എല്ലിയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ റാപ്റ്ററുകളൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ അവർ നേരെ ചെല്ലുന്നത് അവിടുത്തെ കൺട്രോൾ റൂമിന്റെ അകത്തേക്കാണ്. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യേണ്ടത് അവിടുത്തെ സിസ്റ്റം റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. എല്ലിയാണ് ഇപ്പോൾ ആ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് ചെന്നിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു റാപ്റ്റർ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നത്. അത് കാണുന്ന ഗ്രാൻഡ് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അത് അടച്ചു പിടിക്കുകയാണ്. പക്ഷെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ എല്ലിയും ചെന്നിട്ട് ആ വാതിലിൽ തള്ളി പിടിക്കാൻ തുടങ്ങി. ഈ സമയം ലെക്സ് വേഗം കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം എങ്ങനെയാണ് ആ സിസ്റ്റം റീസെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അവൾ അതിൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ പഠിച്ചതിന് ശേഷം അവൾ പെട്ടെന്ന് തന്നെ ആ സിസ്റ്റം റീസെറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഡോറ് ലോക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വേഗം തന്നെ അവിടുത്തെ ഡക്റ്റ് വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ എത്തിച്ചേരുന്നത് അവിടുത്തെ മെയിൻ ബിൽഡിങ്ങിലാണ്. അതിനകത്ത് ഒരു ദിനോസറിന്റെ അസ്ഥികൂടം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കാണ് അവരെല്ലാവരും ചാടുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ റാപ്റ്ററുകളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും ആ റാപ്റ്ററുകളുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. ആ ടീറക്സ് അങ്ങോട്ട് വരുന്നു. വന്ന ഉടനെ തന്നെ അതൊരു റാപ്റ്ററിനെയാണ് പിടിക്കുന്നത്. അത് കാണുമ്പോൾ മറ്റ് റാപ്റ്ററുകളും അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഗ്രാൻഡും കൂട്ടരും വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഹാമണ്ടും മാൽക്കവും കൂടെ ഒരു ജീപ്പിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഗ്രാൻഡും കൂട്ടരും വേഗം തന്നെ ആ ജീപ്പിന്റെ അകത്തേക്ക് കയറാണ്. കയറുന്ന സമയത്ത് ഗ്രാൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ സുരക്ഷിതമായ പാർക്ക്? ഈ പാർക്കിന് ഞാൻ എന്തായാലും അനുമതി തരാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ ജീപ്പിലേക്ക് കയറുന്നത്. അങ്ങനെ അവർ വളരെ വേഗത്തിൽ ആ ജീപ്പ് ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ടീറക്സ് ആണെങ്കിൽ ആ റാപ്റ്ററുമായിട്ടുള്ള ഫൈറ്റിൽ തന്നെയാണ്. അങ്ങനെ ആ റാപ്റ്ററിനെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ അകത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഹാമണ്ടും കൂട്ടരും അവരുടെ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തെത്തി. എല്ലാവരും അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ അയാളാണെങ്കിൽ വളരെ വിഷമത്തോടെ ആ പാർക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന ഗ്രാൻഡ് ആണെങ്കിൽ വേഗം തന്നെ അയാളെയും കൂട്ടിയിട്ട് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറുന്നു. ഹാമണ്ടിനെ സംബന്ധിച്ചിട്ട് നല്ല വിഷമമുണ്ട്. കാരണം അത്രമാത്രം പൈസയാണ് അയാൾ ആ പാർക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ പാർക്ക് എന്ന് പറയുന്നത് അയാളുടെ ഒരു സ്വപ്നം കൂടെയായിരുന്നു. അതെല്ലാം ഇപ്പൊ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ ആരോടൊന്നും മിണ്ടാതെയാണ് അയാൾ അതിനകത്ത് ഇരിക്കുന്നത്. ഗ്രാൻഡിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ 2 കുട്ടികളെയും കെട്ടിപ്പിടിച്ചാണ് അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് കുട്ടികളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലിക്കും അറിയാം. പക്ഷെ അയാളുടെ ഇപ്പോഴത്തെ ആ അവസ്ഥയൊക്കെ കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 350 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.